ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ജൂൺ മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏകദേശം 38ഓളം റിലീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാള സിനിമയാണ്. ഇന്ദ്രൻസും പ്രയാഗ മാർട്ടിനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയായിരുന്നു ജമാലിൻ്റെ പുഞ്ചിരി എന്ന് പറഞ്ഞ സിനിമ. ജമാലിൻ്റെ പുഞ്ചിരി യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു മറാഠി സീരീസാണ്. അന്തൂർ മായ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി മറാഠി ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. C5ലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമ. ഈ ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെൻ്റ് ഓപ്ഷനിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മാർഷ്മെല്ലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാർഷ്മെല്ലോ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. രാധിക ആപ്തെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സിസ്റ്റർ മിഡ് നൈറ്റ് എന്ന സിനിമ. ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിൽ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സർട്ടിഫിക്കറ്റ് മൂവി കൂടിയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് സീരീസാണ്, ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. വി വെയർ ലേയേഴ്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് 8 എപ്പിസോഡുകളാണ് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം സിനിമയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ കുടുംബശ്രീയും കുഞ്ഞാട് എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കോപ്പ് ആൻഡ് എ ഹാഫ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത പ്രിയങ്ക ചോപ്ര പ്രധാന വേഷം കൈകാര്യം 2016 റിലീസ് ചെയ്ത ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയായിരുന്നു ജയ് ഗംഗാജൽ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് പാരലൽ എന്ന് പറഞ്ഞ സയൻസ് ഫിക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. നാൻസി റാണി എന്നാണ് സിനിമയുടെ പേര്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ദ വാട്ടർ ഫ്രണ്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ കമലഹാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത, കമലഹാസനും STR ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ലോ ക്വാളിറ്റി പ്രിൻ്റ് ഇപ്പോൾ എന്തൂസാൻ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുണ്ട്. HD പ്രിൻ്റ്. ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ ഒക്കെ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു എയ്സ് എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഹദ്ദൂർ ലദൂര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹദ്ദൂർ ലദൂര ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു പഞ്ചാബി മൂവിയാണ്. പഞ്ചാബി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദ ലോസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞ സിനിമ. പഞ്ചാബി, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. C5ലാണ് ഈ ഒരു മലയാളം ഭാഷയടക്കം അഞ്ച് ലാംഗ്വേജിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്, മലയാള സിനിമയാണ്. ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. ലവ്ലി 3D മാത്യു തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നത്. അടുത്തൊരു സീരീസാണ് കേരള ക്രൈം ഫയൽസ് എന്ന സീരീസാണ്, മലയാള സീരീസ്. ഈ സീരീസിൻ്റെ 2ാമത്തെ സീസണാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സിനിമയുടെ ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡിറ്റക്റ്റീവ് ഷെർദിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. 11 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ആഹ തമിഴ്, ലയൺസ്ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. മനോരമ മാക്സിൽ 24-ാം തീയതി ഈ ഒരു സിനിമ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഫസ്റ്റ് കോപ്പി എന്നാണ് സിനിമയുടെ പേര്. സീരീസാണ്. MX പ്ലെയറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു തെലുങ്ക് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗട്ടി കച്ചലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗട്ടി കച്ചലം ആമസോൺ പ്രൈം, ആഹ തെലുങ്ക് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്തൊരു ആക്ഷൻ വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഇമ്രാൻ ഹാഷ്മിയൊക്കെ പ്രധാന വേഷം കേൾക്കാച്ച സിനിമയാണ്. ഗ്രൗണ്ട് സീറോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ C5-ലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജിൻ ദ പെറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഖബോൾ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഓക്കെ ബൃന്ദാവനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ ബൃന്ദാവനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഒരു സ്പാനിഷ് സീരീസാണ്. ഒളിമ്പോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് സീരീസാണ്. സേവ് നല്ല പസങ്ക എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു മലയാളം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. യുദ്ധ കാണ്ഡം ചാപ്റ്റർ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യുദ്ധകാണ്ഡം ചാപ്റ്റർ 2 കന്നഡ ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കലിയുഗ് എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. എല്ലാം സെറ്റാണെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മഹാറാണി എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ. ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു എന്നിവർക്ക് പ്രധാന വേഷം കേൾക്കാൻ സിനിമ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്നോ വൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മങ്കി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിന് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്താണ്. ഇപ്പോൾ മൾട്ടി ഓഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ ഒരാഴ്ച, അതായത് 22-ാം തീയതി വരെ, 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ OTT റിലീസ് ചെയ്യാത്ത സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഏകദേശം 38ഓളം റിലീസുകളുണ്ട്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഈ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, സീരീസ് കണ്ടു, റിവ്യൂസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.